വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഈ ഒരു വിക്കിനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ക്യാൻഡലിന്റെ ഹൈനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആ ക്യാൻഡലിന്റെ ഹൈനെ ഉള്ളിൽ നോക്കിയാൽ കാണാം അവിടെ ഒരു FEG ഉണ്ട്, അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ മാർക്ക് ചെയ്തിടുന്ന മറ്റൊരു ക്യാൻഡിലാണ് ഈ ഒരു ക്യാൻഡിൽ. ഈ ക്യാൻഡിലിന്റെ ഹൈനെയും ലോയിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം ഇന്നലെ ആ ക്യാൻഡിലിന്റെ ഉള്ളിലായിരുന്നു. ഇന്നിപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ആ ക്യാൻഡിലിന്റെ താഴോട്ടേക്ക് ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഓവറോൾ ട്രെൻഡ് നോക്കുന്ന സമയത്ത് ബെയറിഷ് ആണ്. എന്നിരുന്നാലും ഇവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയി വീണ്ടും കണ്ടിന്യൂ ചെയ്യാനുള്ള ശ്രമം നടത്തിയെങ്കിലും നടക്കുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത്. വീണ്ടും താഴോട്ടേക്ക് തന്നെയാണ് വരാനുള്ള സാധ്യത. എനിവേ ഇത്രയാണ് നമുക്ക് ഡേ ചാർട്ട് എടുക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് കുറച്ചും കൂടി കീ ഏരിയാസ് നോക്കാം. 1 അവർ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ച ഏരിയാസ് തന്നെയാണ്. കാര്യമായിട്ട് മാറ്റങ്ങളൊന്നുമില്ല. ഇന്നലെയും ആ ഒരു ഏരിയയുടെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നത്. എന്തായാലും ആ ഒരു ഈ ഹൈനെയും ലോയിന്റെയും കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ഇനി 1 അവർ ചാർട്ടിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാനുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്ന ഒരു സപ്പോർട്ട് ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്ത ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. കുറച്ചും കൂടി മുകളിലോട്ട് കയറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ചെറിയൊരു FEG ഉണ്ട്. എന്തായാലും അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മുകളിൽ നിന്ന് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത്. അതുപോലെ തന്നെ താഴെ നിന്നും ഇതേപോലെ തന്നെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇപ്പൊ മാർക്കറ്റ് അതുകൊണ്ട് തന്നെ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ്. ഇവിടെ നിന്ന് ഒരു പക്ഷേ നല്ലൊരു മൊമെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഒന്നല്ലെങ്കിൽ താഴോട്ടേക്കോ മുകളിലോട്ടോ. അതെല്ലാം നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കാം. ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഡേ ചാർട്ടിൽ നമ്മളൊരു സപ്പോർട്ട് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. മുകളിലോട്ട് വരുന്ന സമയത്തും നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലം അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഇവിടെ നോക്കിയാൽ കാണാം നല്ല രീതിയിൽ ഒരു സപ്ലൈ നടന്നൊരു ഏരിയ ആണ്. ഇന്ന് മാർക്കറ്റ് അങ്ങോട്ടേക്ക് എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. എന്നിരുന്നാലും മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിൽ വരുന്ന നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ ഒരു FEG ഉണ്ട്. ഈ ഒരു FEGയെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. FEG മാത്രമല്ല, ശ്രദ്ധിച്ചാൽ കാണാം ഇവിടെ ഒരു മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് അവിടെ നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഒരു സെൽ എൻട്രി ആണ് പറയുന്നത്. സെൽ എൻട്രി എന്ന് വെച്ചാൽ സപ്പോർട്ട് ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് വന്ന് ഒരു റീടെസ്റ്റ്, ഇപ്പോഴും ശ്രദ്ധിക്കണം, ബ്രേക്ക് ചെയ്തിട്ട് ഒരു വീക്ക് റീടെസ്റ്റ് ആയിരിക്കണം. വീക്ക് റീടെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു എൻട്രി സാധ്യത ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് പിന്നെ വരാനുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ റെഡ് ലൈൻ ആണ്. ആ റെഡ് ലൈനും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 59,900 എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി അടുത്തൊരു സാധ്യത എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു പക്ഷെ നല്ലൊരു ക്യാൻഡിൽ മൂവ്മെന്റ് മുകളിലോട്ട് തരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ക്യാൻഡിൽ മൂവ്മെന്റ് മുകളിലോട്ട് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് വലിയൊരു മൂവ്മെന്റ് മുകളിലോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനൊരു ടെസ്റ്റ് വരുന്ന സമയത്ത് ഒരു ട്രേഡ് എടുക്കാം. പരമാവധി ആ ഒരു ലെവൽ എടുക്കുന്നത് ഏറെക്കുറെ ട്രെൻഡ് ലൈനിന്റെ മുകളിലായിരിക്കണം. കാരണം അതായിരിക്കും ഇത്തിരി ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇടയിൽ നിന്നൊക്കെ ഒരു പക്ഷേ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനിന്റെ മുകളിൽ വരച്ച ട്രെൻഡ് ലൈനിന്റെ മുകളിൽ നിന്നായിരിക്കണം പരമാവധി ഒരു ട്രേഡ് എടുക്കേണ്ടത്. അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ജസ്റ്റ് വന്നിട്ടൊന്നൊരു ഫുൾ ബാക്ക് ആണെങ്കിൽ ആ ഒരു ട്രേഡ് അവോയ്ഡ് ചെയ്യുക. ചിലപ്പോൾ അത് വീണ്ടും താഴോട്ടേക്ക് തന്നെ ഇറങ്ങി വരും. ഇനി മറ്റൊരു കാര്യം, ഇതിനെ ബ്രേക്ക് ചെയ്യാതെ തന്നെ ഈ കാണുന്ന FEGയിൽ നിന്നും ഇത് സംഭവിക്കാൻ സാധ്യത ഉണ്ട്. ഇത്രയാണ് ബൈ എൻട്രി സെൽ എൻട്രി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഈ ഏരിയയിലേക്കും മാർക്കറ്റ് വരുന്ന സമയത്ത് ഒരുപക്ഷെ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ വീണ്ടും ഒരു ട്രേഡ് എടുക്കാം. അതിന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ലെവലായിരിക്കണം, സപ്പോർട്ട് ലെവലായിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ടൈം ടച്ച് ചെയ്ത ഏരിയ ആണ്. ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ആ റെസിസ്റ്റൻസ് ലെവലിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങാൻ സാധ്യത ഉണ്ട്. അതും ഓർമ്മയിലിരിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന ആളുകൾ എല്ലാവരും ഈ പറയുന്ന കീ ഏരിയാസിൽ
മാർക്കറ്റ് എത്തിയതിന് ശേഷം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.